പ്രശാന്തേ, ഇപ്പോൾ ഈ ഭരണം കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഏതാണ്ട് ഒരു 15-ാം തീയതി കഴിയുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. അപ്പോൾ അതിനിടയ്ക്ക് പാർട്ടിക്ക് സഖാക്കളോട് ഭയങ്കര കൂറുണ്ട്. ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർക്ക് പാർട്ടി കൂറെന്ന് പറയുന്നത് അവരുടെ സഖാക്കളോട് ഭയങ്കര പാർട്ടി കൂറാണ്. ചില സഖാക്കളോട്, എല്ലാവരോടൊന്നും എനിക്കറിയില്ല. ഏതായാലും ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഒരു കേട്ടാൽ തന്നെ നമ്മൾ മൂക്കത്ത് വിരൽ വെക്കുന്ന രീതിയിൽ, അതായത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ ഈ നമ്മൾ വർത്തമാന കാലത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഒരു പോലീസ് നിയമനത്തെക്കുറിച്ച് വാർത്ത കേൾക്കുന്നുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലർക്ക് ചട്ടങ്ങളെല്ലാം മറികടന്ന് അനധികൃതമായിട്ട് നിയമനം നടത്തിയതായി ഒരു വാർത്ത വരുന്നുണ്ട്. അത് എവിടെയാണ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതിനു മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ചേട്ടൻ ഇപ്പോൾ എത്ര വയസ്സായി? എനിക്ക് പി എസ് സിയിൽ ജോലിയുടെ കാര്യത്തിന്റെ എന്റെ വയസ്സിന്റെ മാനദണ്ഡമാണോ നിങ്ങൾക്ക് അറിയാം? അല്ല, ചേട്ടൻ ഇപ്പോഴത്തെ ശരിക്കുള്ള പ്രായത്തിൽ ഏകദേശം എന്നാൽ ഞാനായിട്ട് പറയുന്നില്ല, പ്രശാന്ത് പറഞ്ഞു. ഏകദേശം 50 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള പ്രായം ആവുന്നതെന്ന് കരുതുക. ആവട്ടെ. പാർട്ടി അനുഭാവിയാണോ? ഇല്ല ഇല്ല ഇല്ല. ബോഡി ബിൽഡർ ആണോ? അല്ല. ചേട്ടന് പോലീസ് ജോലിയില്ല ചേട്ടാ. ചേട്ടനൊരു 40 വയസ്സിന് ചേട്ടനൊരു 40 വയസ്സിന് മുകളിൽ പ്രായവും പാർട്ടി അനുഭാവിയും ചേട്ടൻ ഒരു ബോഡി ബിൽഡറും ആണെന്നുണ്ടെങ്കിൽ, ചേട്ടൻ ഇപ്പൊ ഒരു 55,200 രൂപ മുതൽ ഒരു 1,15,300 രൂപ വരെ ശമ്പള സ്കെയിലില് ചേട്ടൻ SI ആവായിരുന്നു. തീർച്ചയായിട്ടും. ഇതിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്, ചേട്ടനൊരു സ്പോർട്സ്മാൻ ആവണമെന്നോ അല്ലെങ്കിൽ ചേട്ടന് വിദ്യാഭ്യാസം വേണമെന്നോ ഒന്നും ഇവിടുത്തെ പ്രശ്നമൊന്നും അല്ല. ഒരു SI ആകുന്നതിന് ചില ശാരീരിക ക്ഷമത മാത്രമല്ല, അതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഏകദേശം 25 വയസ്സാണ്. 25 വയസ്സിന് മുകളിലേക്ക് 26 വയസ്സായി കഴിഞ്ഞാൽ SI ആവാൻ പറ്റില്ല. SI ടെസ്റ്റ് എഴുതി പാസ്സാവാൻ പറ്റില്ല. അതിന് ഈ രാജ്യാന്തര ഫുട്ബോൾ താരമായിരുന്ന അനസ് എടത്തൊടിക്ക പുള്ളി ഒരു പുള്ളി ഒരു ആപ്ലിക്കേഷൻ വെച്ചിരുന്നു. പക്ഷെ പുള്ളിക്ക് 31 വയസ്സാണെന്ന് പറഞ്ഞ് തള്ളി. അതേസമയം കണ്ണൂർ കൂത്തുപറമ്പുള്ള ഒരു ഷിനു ചൊവ്വയെയും ഒരു നമ്മുടെ എറണാകുളം വടുതല സ്വദേശികളുടെ ചിത്രേഷ് നടേശനെയും പോലീസിലെ ഒരു ഉയർന്ന തസ്തികയിലേക്ക്, അതായത് SI ആയിട്ട് സെലക്ട് ചെയ്തു. ഇവർക്ക് മാനദണ്ഡം എന്ന് പറയുന്നത്, ഇവർക്ക് ആ പടയുള്ളത് കുറച്ച് ബോഡി ഉണ്ട്. ഈ ജിമ്മിലൊക്കെ പോയിട്ട് ബോഡിയൊക്കെ അടിച്ച് സ്റ്റാമിന ബോഡി ബിൽഡർമാർക്ക് സ്റ്റാമിന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിമ്മിൽ കയറി കണ്ട മരുന്ന് അടിച്ചു കയറ്റി കുറച്ച് മറ്റേ മിഷനറീസ് ഉപയോഗിച്ച് ഉരുട്ടി കയറ്റി വെച്ചേക്കുന്ന സാധനത്തെ സ്റ്റാമിന ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. പറമ്പിലിറങ്ങി 4 കപ്പയ്ക്ക് ചോട് കളിക്കുന്നവന്റെ ശരീരവും ഈ പറയുന്ന ജിമ്മിൽ പോയിട്ട് ഒരു ദിവസം മുഴുവൻ ഇരിക്കുന്നവന്റെ ശരീരവും ആ ഒരു ലുക്ക് വൈസ് ഓക്കെയാണ്. പക്ഷേ ഇവിടെ കായികക്ഷമത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ നടത്തിയിട്ടില്ല കേട്ടോ. അതിൽ തന്നെ ഈ ഷിനു കായികക്ഷമതാ പരീക്ഷയില് പരാജയപ്പെട്ട ഒരാളും കൂടിയാണ്. പക്ഷെ അയാൾ SI ആണ് ഇന്ന്. ഇതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, ഇയാള് CPM അനുഭാവിയാണ്. അതുപോലെ തന്നെ 2 ബോഡി ബിൽഡർമാർക്കും ഇവർ മത്സരിച്ചിട്ടുണ്ട്. 2 പേരും ബോഡി ബിൽഡേഴ്സ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. പിൻവാതിൽ നിയമനത്തിൽ ഏറ്റവും കൂടുതൽ നാറിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CPM ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടത്തി നാറിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് CPM അല്ലാതെ വേറെ ഒന്നും പറയുവാനായിട്ടില്ല. പാർട്ടി സെക്രട്ടറിയുടെ മകനോ ബന്ധുവോ അല്ലെങ്കിൽ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു അംഗത്വമുള്ള അത്യാവശ്യം ഉയർന്ന നിലയിൽ അംഗത്വമുള്ള ഒരാളുടെ അകന്ന ബന്ധം, അതായത് പുള്ളി ഒരു തിട്ടിൽ നിന്ന് പുള്ളിയപ്പോഴെങ്ങാനും മൂത്രം തെറിച്ചുവാനുള്ള ബന്ധമാണെങ്കിൽ പോലും അവരെ പോലും പിൻവാതിൽ നിയമനം വഴി കയറ്റിയിരുത്തുന്ന കാര്യം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭയങ്കര കഴിവാണ്. ഇത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കിട്ടേണ്ട ഒരിതാണ്. ഇവിടെ വയസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രേഷിന് ഏകദേശം 40 വയസ്സും ഷിനുവിന് 38 വയസ്സും ഉണ്ട്. ഇവർ ഈ കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെടുകയും ചെയ്തു. പോരാത്ത രീതിയിൽ പങ്കെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇവരെ നിയമിച്ചിട്ടുള്ളത്. ഈ നിയമന ഉത്തരവൊക്കെ പുറത്തിറങ്ങി കേട്ടോ, അല്ലാതെ ചുമ്മാ അങ്ങ് നിയമിച്ചു വിട്ടതൊന്നുമല്ല. അത് ഈ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇതിനകത്ത് ഈ സായുധ സേന ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ADGP ആണ് ഇന്നലെ നിയമന ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഇതിപ്പോ മേലുദ്യോഗസ്ഥരൊന്നും അറിയാതെയുള്ളൊരു നിയമനമൊന്നും അല്ല. എല്ലാവരുടെയും അറിവോട് കൂടിയാണ് ഇവരെ ഈ സർവീസിലോട്ട് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഈ പറയുന്ന ഈ സംഭവം വെളി വന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷിനു ചൊവ്വ അയാള് എന്നെ മനഃപൂർവ്വം കായികക്ഷമതാ പരീക്ഷയിൽ തോൽപ്പിച്ചതെന്നും പറഞ്ഞ് പരാതിയും കൊടുത്തു. പരീക്ഷ നടത്തിയാലല്ലേ തോക്കൂ. പിന്നെയും വിവാദമായപ്പോഴാണ് നടത്തിച്ചത്. അതിൽ തോറ്റും പോയി. ഇയാൾ SI ആയത് കായികക്ഷമത പരീക്ഷിച്ചല്ല. മനസ്സിലായോ? അയാൾ പക്ഷേ ഇത് വിവാദമായപ്പോൾ ഇയാൾ പോയി പരീക്ഷിച്ചു, അതിൽ തോക്കുകയും. ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞത്,
പറമ്പിലിറങ്ങിയ ഒരു കപ്പയ്ക്ക് 4 മൂട് കിളയ്ക്കുന്ന ഒരാളുടെ ശരീരവും ഈ ജിമ്മർമാരുടെ ശരീരവും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഒന്നാമത്തേത് വെറും ചമ്പും മറ്റേത് ഉറപ്പുള്ളതുമാണ്. പിന്നെ ഇതിനകത്ത് ഇവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊന്നും കൂടുതലൊന്നും നമുക്ക് ഇതിനകത്ത് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, ഈ ലോങ് ജമ്പില് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അഭിമാന നേട്ടങ്ങൾ കൊയ്ത ഒളിമ്പ്യൻ എം ശ്രീശങ്കറിനെ അറിയാലോ. ഈ ശ്രീശങ്കറിനെ പോലീസിൽ നിയമിക്കാൻ DGP പണ്ടൊരു ശുപാർശ ചെയ്തിരുന്നു. പക്ഷേ അതിന് വ്യവസ്ഥയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഒഴിവാക്കിയ ആഭ്യന്തര വകുപ്പാണ് നമുക്കുള്ളത്. അതെ, അല്ല ഇതില് ഒരു ചെറിയ കാര്യം പ്രശാന്ത് ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് പ്രശാന്ത് അനസ് അടത്തൊടികയുടെ കാര്യം അനസ് എടത്തൊടിക ക്ഷമിക്കുക പേര് തെറ്റെങ്കിൽ അതെ, അനസ് എടത്തൊടിക. സത്യത്തിൽ എനിക്ക് പേര് തെറ്റാൻ പാടില്ലാത്ത കാര്യം ഞാനൊരു ഫുട്ബോൾ പ്രേമിയാണ്. കാര്യം ഫുട്ബോൾ പ്രേമി എന്ന് പറഞ്ഞാൽ ഈ അനസൊക്കെ SBTക്ക് കളിക്കുമ്പോൾ അനസിന്റെ കളി കാണാൻ പോയി റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേര് തെറ്റിയെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക, കാര്യം എനിക്ക് അത്ര കണ്ട് ഇഷ്ടമാണ് ഫുട്ബോൾ. അപ്പോൾ ഈ അനസിന് ഷറഫ് അലി, നമ്മുടെ ഷറഫ് അലി എന്ന പോലീസിന്റെ ഒരു മുൻകാല താരമുണ്ട്. ഈ ഷറഫ് അലി സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ അനസ് ജോലിക്കായി ശ്രമിക്കുന്നത്. അനസിന്റെ കളിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അനസ് നല്ലൊരു ഡിഫൻഡറാണ്. അനസ് SBTക്ക് ഡിഫൻസിൽ കളിച്ചിട്ട് ഇവിടുന്ന് അദ്ദേഹം ക്ലബ്ബ് മാറി പോകുന്നുണ്ട്. അദ്ദേഹം കൽക്കട്ടൻ ക്ലബ്ബുകൾ കളിച്ചിട്ടുണ്ട്. കൽക്കട്ട ക്ലബ്ബ് തുടങ്ങിയിട്ട് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അദ്ദേഹം വേറെയും പല ക്ലബ്ബുകൾ ഇന്ത്യക്കകത്ത് കളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചെറുപ്പക്കാരന് കിട്ടാൻ യോഗ്യത ഉണ്ടായിരുന്നിട്ട് ഈ ഷറഫ് അലി എന്ന് പറയുന്ന മറ്റൊരു കളിക്കാരൻ, അദ്ദേഹം കേരള പോലീസിന്റെ പഴയ പ്ലെയറാണ്. നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ തലമുറയ്ക്ക് അറിയാൻ വശമില്ല, ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ള കളിക്കാരനാണ് ഈ ഷറഫ് അലി. ഷറഫ് അലി ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഡിഫൻഡറാണ്. അദ്ദേഹം സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ പാവം മനസ്സ് നമ്മൾ പറയാൻ കാര്യം അനസിന്റെ കളി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരൊക്കെ ഞങ്ങളോട് വളരെ ആഭിമുഖ്യമുള്ള ഞങ്ങളെ കളി റിപ്പോർട്ട് ചെയ്തിട്ട് വരുമ്പോഴോ അല്ലാതെ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ച് നമ്മളോട് സംസാരിക്കുന്ന അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വളരെ പ്രയാസമുണ്ട്. സത്യമുണ്ട്, കാര്യം ഞങ്ങൾക്ക് അന്നും പ്രയാസമുണ്ട്. കാര്യം ഈ കഥ ഇപ്പോൾ ഉണ്ടായ കഥയല്ല. അതിനകത്ത് അനസിന് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. അനസിന്റെ മലപ്പുറത്തുകാരനാണ്. അനസിന്റെ ബന്ധുക്കാരും പാർട്ടിക്കാരല്ല. ഈ ഷറഫ് അലി മലപ്പുറത്തുകാരനാണ്. അതാ ഞാൻ പറഞ്ഞത്, അനസിന് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല, അനസിന്റെ ബന്ധുക്കാരും പാർട്ടിക്കാരല്ല. ഏതായാലും പ്രശ്നം നമ്മൾ ഈ വിഷയത്തിലേക്ക് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നാറി മുക്കോണം മുടിഞ്ഞു നിൽക്കുന്ന ഈ സമയത്തും ഈ അവസാനിക്കാൻ പോകുന്ന സമയത്തും പിൻവാതിൽ നിയമനം എന്ന് പറയുന്ന നാറ്റ കേസെടുത്ത് തലയ്ക്ക് ചുമക്കേണ്ട എന്തെങ്കിലും കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. പിന്നെ അണയാൻ പോവുകയാണ്, ഇനിയൊരു ഉദയം ഇല്ല എന്ന് ഉറപ്പിച്ചെങ്കിൽ കനലൊരു തരി മതിയെന്നാണ് പറഞ്ഞിരുന്നത്. ആ കനലിന്റെ മേലേക്കും ഇപ്പോൾ വെള്ളത്തുള്ളികൾ വീണ് ആ കനലിന്റെ തരിയും കെട്ടടങ്ങി ഇപ്പൊ ചാരം മാത്രമായി പോയിരിക്കുന്നു. ചെകഞ്ഞു നോക്കിയാൽ പോലും പൊള്ളിക്കാനായിട്ട് ഒരു ചൂടുള്ള ചാരം പോലും ബാക്കിയില്ലാതിരിക്കെ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനായിട്ടുള്ളൂ. ലേശ ഉളുപ്പ് എല്ലാ കാര്യത്തിലും വേണം. അതും ഇത്രയും വർഷം പഴക്കമുള്ളൊരു പ്രസ്ഥാനം, ഇത്രയും കാലമായിട്ട് ഈ കേരളത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, ഇത്രയും എന്താ പറയുന്ന അടിത്തട്ടിൽ നിന്നും വളർന്നു വന്ന് പടർന്നു പന്തലിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ മുഴുവൻ ചില്ലകളും വെട്ടി അതിനെ വെറും തടി മാത്രമാക്കി ഒടുക്കം അതിനെ തായ്വേര് തുളച്ച് അതിനുള്ള ആസിഡ് നിറച്ച് വെച്ചിട്ടാണ് ഇറങ്ങുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അടക്കാനാവാത്ത ദുഃഖമുണ്ട്, അമർഷമുണ്ട്. പക്ഷേ ഇതൊന്നും പറഞ്ഞാലും ശരിയാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നിശബ്ദത പാലിക്കുക മാത്രമാണ് ചേട്ടാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം.